ഹായ് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു ഗവൺമെൻറ് LP സ്കൂളുണ്ട് ശ്രീമൂല നഗരത്തിൽ. അപ്പോൾ അവിടെ നടക്കുന്ന ഓണാഘോഷം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. മോഞ്ചേട്ടാ, നമ്മുടെ ഈ LP സ്കൂളിലാണ് മോഞ്ചേട്ടൻ പഠിച്ചേർന്നത്. അതെ അതെ അതെ. അവിടെ ഈ ആഘോഷത്തിൽ ഇപ്പോൾ പങ്കെടുക്കാൻ നിങ്ങളെയൊക്കെ വിശിഷ്ട അതിഥികളായിട്ട് വിളിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ സ്കൂളിനെ കുറിച്ചും ഈ ഇങ്ങനെയുള്ള ആഘോഷങ്ങളെ കുറിച്ചും എന്താണ് പറയാനുള്ളത്? ആദ്യമായിട്ട് പറയട്ടെ, ഞാനിവിടെ വിശിഷ്ടാതിഥിയൊന്നുമല്ല. ഞാനിവിടുത്തെ ഒരു ഇവിടുത്തെ ഒരു പ്രോഡക്റ്റാണ്. ഇവിടുന്ന് പുറത്തു പോയ ഒരാളാണ്. എനിക്ക് എന്തെങ്കിലും നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും ഉണ്ടായിട്ടില്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ഉണ്ടായതാണ്. ഇവിടുത്തെ സംസ്കാരവും ഇവിടുത്തെ ഇവിടുത്തെ ടീച്ചർമാരുടെ ഉപദേശങ്ങളും അതുപോലെ അവരുടെ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് വളർന്നുകൊണ്ടാണ് എനിക്ക് ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടായത്. പിന്നെ ഓണത്തെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഓണമൊന്നും ഉണ്ടായില്ല. വളരെ ദാരിദ്ര്യമുള്ള ഒരു കുടുംബത്തിലാണ് ഞങ്ങളൊക്കെ ജനിച്ച് വളർന്നത്. സ്കൂളിൽ ഈ പായസവും അതുപോലെ ഉച്ചക്കഞ്ഞ കിട്ടുന്നതുകൊണ്ടാണ് ഞങ്ങൾ സ്കൂളിൽ തന്നെ അന്ന് വന്നിരുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഇന്നതല്ല, കുട്ടികളൊക്കെ വളരെ സൗഭാഗ്യത്തിലാണ്. മാത്രമല്ല PTA അതുപോലെ SMC തുടങ്ങിയ സംഘടനകളൊക്കെ ഇതിലായിട്ട് വന്നതോടുകൂടി പിള്ളേർ ഇതൊരു ആവേശമായിട്ട് ആഘോഷമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് നഷ്ടപ്പെട്ട സൗഭാഗ്യങ്ങളൊക്കെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ. നമ്മുടെ കുഞ്ഞുമക്കൾ അതിൽ ആഹ്ലാദിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ആഹ്ലാദം. പക്ഷെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതൊക്കെ ഇപ്പോൾ ഞങ്ങളിങ്ങനെ കുഞ്ഞുമക്കളെ കൂടി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റേതായിട്ടുള്ളൊരു വലിയ സന്തോഷമുണ്ട്, പറയാവുക. പിന്നെ ഈ സ്കൂളിൽ വരുമ്പോൾ നമ്മൾ സ്വന്തം വീട്ടിൽ നിൽക്കുന്ന പോലെയാണ്. കാരണം ഒരു അപരിചിതത്വമില്ല, നമുക്ക് ഒരു വിരുന്നുകാരനല്ല, ഇവിടെ വീട്ടുകാരനാണ്. ആ ഒരു സൗഭാഗ്യം അതൊക്കെ ഇപ്പോഴും ഇവർ അംഗീകരിച്ച് തരുന്നതിലും കൂടി നമുക്ക് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സ്കൂളിലെ HM ഇവിടെ ഉണ്ട്. മാം, എന്താണ് പേരെന്താ? എന്റെ പേര് സൗമ്യ. എത്ര നാളുകളായിട്ട് നമ്മുടെ ഈ സ്കൂളിൽ വന്നിട്ട്? ഞാനിപ്പോ ഓഗസ്റ്റ് 5-നാണ് ഇവിടെ ജോയിൻ ചെയ്തത്. അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ സ്കൂളിലെ ആഘോഷത്തിൽ പങ്കെടുക്കുന്നത്. സ്കൂളിനെ കുറിച്ചും എന്താണ് സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു സ്കൂള്. ഞാൻ ആലുവ സബ് ജില്ലയിലെ 38 സ്കൂളിൽ 17 വർഷം അധ്യാപികയായിരുന്നു. അതിനുശേഷം പ്രൊമോഷനായിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ ശ്രീമൂല നഗരം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ ഞങ്ങളുടെ ട്രെയിനിങ്ങുകളിലൊക്കെ കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ പല അധ്യാപകരെ എനിക്ക് പരിചയമുണ്ട്. പിന്നെ സ്കൂളിനെ കുറിച്ചാണെങ്കിലും വളരെ നല്ല അഭിപ്രായമാണ് മൊത്തത്തിൽ സബ് ജില്ലയിൽ, ആലുവ സബ് ജില്ലയിൽ തന്നെ സ്കൂളിനെ കുറിച്ചുള്ളത്. വളരെ മിടുക്കരായ അധ്യാപകര്, അതിലേറെ പ്രാഗൽഭ്യമുള്ള കുട്ടികള്, പിന്നെ ഒരു ഗ്രാമാന്തരീക്ഷത്തില് വളരെ നല്ല സഹകരണത്തോടെ പോകുന്ന PTA എല്ലാ കാര്യങ്ങൾക്കും. ഇപ്പോൾ ഈ ഓണാഘോഷമാണെങ്കിൽ തന്നെ PTA-യുടെ SMC-യുടെ ഒക്കെ നല്ല എഫേർട്ടിന് MPTA പ്രതിനിധികൾ ഇവരെല്ലാം വളരെ നല്ല രീതിയിൽ സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളിലും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും വളരെ നല്ല, എനിക്ക് ഇതുവരെയും ഒരു മോശപ്പെട്ട അനുഭവം സ്കൂളിനെ കുറിച്ച് ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ നാട് എന്ന് പറഞ്ഞ കലാകാരന്മാരുടെ ഒരു നാടാണ്. കാരണം കേരളത്തിലൊക്കെ അറിയപ്പെടുന്ന ഒരു സംഭവങ്ങൾ, ഒരുപാട് കലാകാരന്മാരെ ജീവിച്ചതും ഇവിടെ പഠിച്ചതും ഒക്കെ ആയിട്ട് ഒരുപാട് കലാകാരന്മാരുള്ള നാടുകളാണ്. അപ്പൊ ഇനിയും ടീച്ചർക്ക് ഇവിടെ പിന്തുടരാൻ സാധിക്കട്ടെ. നമ്മുടെ സ്കൂളിൽ കുറെ നാളുകൾ ഇവിടെ ജോലി ചെയ്യാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ LP സ്കൂളിൽ പഠിപ്പിച്ച താമാഷ ഇവിടെ ഉണ്ട്. അതുപോലെ PTA പ്രസിഡന്റ് അസീഖുണ്ട്. താമാഷ, നമ്മുടെ ഇന്നത്തെ ഈ ഓണാഘോഷം കണ്ടിട്ട് പഴയ ഒരു കാലഘട്ടവും മാഷ് ഇവിടെ പഠിപ്പിച്ചാണല്ലോ. അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഇത് ഓണാഘോഷമൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ സ്കൂളിൽ പഠിച്ചേക്കണതാണ്. പക്ഷെ ഇന്നത്തെ തലമുറക്ക് ഈ കിട്ടിയേക്കണ കാര്യങ്ങൾ എങ്ങനെയാണ് നോക്കി കാണുന്നത്? പഴയ തലമുറയും പുതിയ തലമുറയായിട്ട് ഒരുപാട് അന്തരമുണ്ട്. ഇപ്പൊ പ്രവൃത്തിപഥത്തില് ഒരുപാട് ആഡംബരങ്ങൾ ഉള്ള ഒരു കാലഘട്ടമാണ്. പണ്ട് വീടുകളിലോ അല്ലെങ്കിൽ തറവാടുകളിൽ ഒതുങ്ങിയിരുന്ന ഓണാഘോഷം സ്കൂൾ തലത്തിൽ പൊതുസ്ഥലങ്ങളിലേക്കൊക്കെ വ്യാപിച്ചിട്ടുണ്ട്. വളരെയേറെ അതിന് പിന്നിൽ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു പറ്റം, അതായത് സ്കൂൾ തലത്തിലാണെങ്കിൽ PTA ആയാലും അധ്യാപകരാണെങ്കിലും അതുപോലെ തന്നെ സഹൃദയരായ നാട്ടുകാരെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ പഴയ മഹാബലിയുടെ ഓർമ്മ അയവിറക്കുന്ന ഒരു സമ്പ്രദായമായി കുഞ്ഞുങ്ങളുടെ മത്സരങ്ങളും ഒക്കെ വളരെയേറെ ശ്ലാഘനീയമാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നു. പിന്നെ മാഷേ, ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് മാഷന്മാർ ഭയങ്കര പേടിച്ചൊക്കെയാണ് ഞങ്ങളൊക്കെ സ്കൂളിൽ വന്നുകൊണ്ടിരുന്നത്. ഇന്നത്തെ തലമുറക്ക് കിട്ടിയേക്കുന്ന ടീച്ചർമാരൊക്കെ ഒരു സുഹൃത്തിനെ പോലെ അവർക്ക് എന്തും പറയാനുള്ളൊരു സ്റ്റേജ് ഇപ്പൊ കൊടുത്തിട്ടുണ്ട്. കുട്ടികളും അതേമാതിരി തന്നെയാണ്, പിള്ളേരും എൻജോയ് ചെയ്യുന്ന, ടീച്ചർമാരും എൻജോയ് ചെയ്യാണ് ഇങ്ങനെയുള്ള അവസരം. അത് തമ്മിൽ ഒരുപാട് പറഞ്ഞു വന്ന വ്യത്യാസമുണ്ട്. അന്നത്തെ കാലഘട്ടം ഒരു കുടുംബത്തിൽ നിന്ന് ഒരുവിധം ഒരു 1/4 അംഗങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. ഇന്നെന്ന് പറഞ്ഞാൽ അണുകുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. ആ രീതിയിൽ ട്രീറ്റ് ചെയ്ത് വരുന്ന കുട്ടികൾ. പഴയ കാലത്ത് അധ്യാപകരെ പേടിക്കുന്ന പറഞ്ഞാൽ പഠിച്ചില്ലേ അടിക്കും. ഇന്ന് അടിക്കുക എന്ന് പറഞ്ഞാൽ വടിയും കൊണ്ട് വന്ന പുറകെ ആൾക്കാർ വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എങ്കിൽ പോലും സൗഹൃദപരമായ ഒരു അന്തരീക്ഷം നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. മക്കളെ പോലെ കുട്ടികൾ, പഴയ കാലത്ത് അധ്യാപകര് തെറ്റ് സ്കൂളുകളിൽ വിട്ടിട്ട് പൊതു സ്കൂളിൽ വരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതൊക്കെ മാറി ഇന്ന് അവരുടെ മക്കളെയും കുട്ടികളെ പോലെ, സ്വന്തം മക്കളെ പോലെ നോക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അതിന്റെ പിന്നിൽ ഒരു കൂട്ടായ്മയോട് പ്രവർത്തിക്കുന്ന PTA തുടങ്ങിയുള്ള
സംഘടനകളിലും ഒരുപാട് പങ്കുവഹിക്കുന്നുണ്ട്. ഏറ്റവും നല്ല ഒരു അന്തരീക്ഷം കുട്ടികളുടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മാനസികമായ വെല്ലുവിളികളെയൊക്കെ നേടിച്ച് പേടിച്ച് ഭയന്ന് ജീവിക്കുന്നതിനേക്കാൾ നല്ലൊരു സൗഹൃദമായ അന്തരീക്ഷത്തിൽ കുട്ടികൾ വളരണം. അതിന് PTA അതുപോലെ രക്ഷകർത്താക്കൾ, അധ്യാപകർ, മാതാപിതാക്കൾ പ്രത്യേകം ഒരു കൂട്ടായ്മ. ഇപ്പൊ തന്നെ ഇവിടെ നിൽക്കുന്ന ഈ മാതാപിതാക്കൾ, അമ്മമാരൊക്കെ വന്ന് കുട്ടികളുടെ പണ്ട് കാലഘട്ടത്തിൽ ഇതുപോലെ അമ്മമാരോ അല്ലെങ്കിൽ സ്കൂളുകൾ വരുന്ന ഒരു കാലഘട്ടമല്ലായിരുന്നു. അത് ഒരു മാറ്റത്തിന്റെ കാലഘട്ടമാണ്. ഇത് കൂടുതൽ നന്നായിട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാവിധ ഓണാശംസകളും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കും കുട്ടികൾക്കും എല്ലാം കണ്ട അഭിനന്ദനം അറിയിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓരോ സ്കൂളിന്റെ വിജയങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ PTA അംഗങ്ങളാണ്. അപ്പൊ അവര് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് ഓണാഘോഷമായിട്ട് അടിച്ചു പൊളിക്കാതിരിക്കില്ല നിങ്ങള്? ഞങ്ങള് അടിച്ചു പൊളിക്കുകയാണ്. ഓണത്തിന്റെ ആഘോഷങ്ങളിലാണ് കുട്ടികളെല്ലാവരും തന്നെ. നമ്മുടെ കേരളത്തിന്റെ ഒരു എല്ലാ ആഘോഷങ്ങളും എല്ലാ ജാതിമത ചിന്തകൾക്ക് അതീതമായി, കർഷകങ്ങൾക്ക് അതീതമായി എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു ഉത്സവം തന്നെയാണ് ഓണം. നമ്മുടെ ചെറുപ്പത്തിൽ കിട്ടാതെ നമ്മുടെ മക്കൾക്ക് കൊടുക്കണം നിങ്ങൾ അല്ലേ? അതെ, തീർച്ചയായിട്ടും നമ്മൾ കാണുന്നതെല്ലാം നമ്മുടെ കുട്ടികൾ എല്ലാ പലവിധ കളികളും കളികളും ഓണപ്പാട്ടുകളൊക്കെ ആയിട്ട് എല്ലാവരും ഇന്ന് ഓണത്തിന്റെ തിരക്കിലാണ്. അടുത്ത ആള് നമ്മുടെ പഴയ PTA പ്രസിഡന്റ് ആയിരുന്നു. സിറാജ്, എന്താണ് പറയാനുള്ള? എല്ലാ വർഷത്തേക്കാളും ഗംഭീരമായിട്ട് ഈ വർഷം നമ്മൾ ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവിധ സപ്പോർട്ടുകളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. തീർച്ചയായിട്ടും എല്ലാം ഭംഗിയാവട്ടെ എന്ന് പ്രത്യേകിച്ച് നമ്മളെ HM എടുത്ത് പറഞ്ഞത് നിങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തിയാണ്. കാരണം ഒരു പുതിയൊരു HM അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അവർ ആദ്യമായിട്ടാണ് നിങ്ങളെ കാണുന്നതും ഇവിടെയുള്ള ഇപ്പൊ ഈ ഓണാഘോഷവും മറ്റതൊക്കെ സംഘടിപ്പിച്ചതിനെ കുറിച്ച് അവർ പറഞ്ഞത്. അതെ, നമ്മുടെ PTA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു സ്കൂളിനെ അപേക്ഷിച്ച് എല്ലാ പ്രോഗ്രാമിനും എല്ലാത്തിനും ഒത്തൊരുമിച്ച് എല്ലാവരും ഒരാൾ പോലും മാറി നിൽക്കാതെ എല്ലാ പരിപാടിയിലും പങ്കെടുക്കുന്നവരാണ് നമ്മുടെ PTA മെമ്പേഴ്സ് എല്ലാവരും. നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് ഷെഫീന. മക്കള് എത്ര പേരാണ് ഇവിടെ പഠിക്കുന്നത്? രണ്ടാളുണ്ട്. ഒരാള് UKG പഠിക്കുന്ന, ഒരാള് 4. അപ്പൊ ഇപ്പൊ നമ്മുടെ ഈ സംഘടിപ്പിച്ചതിനെ കുറിച്ച് ഇപ്പൊ എന്താണ്? അപ്പൊ ഞാനിപ്പോ 2 വർഷമായി PTA. അപ്പൊ അതിലെല്ലാം നല്ല രീതിയിൽ തന്നെ സ്കൂളിലെ ടീച്ചേഴ്സ് ആയാലും HM ആയാലും ഒരു ഗവൺമെന്റ് സ്കൂളിൽ ഇങ്ങനെ ഒരു പരിപാടികൾ സംഘടിപ്പിച്ച് നല്ലൊരു പരിപാടിയാക്കി മാറ്റുന്നതിൽ നിങ്ങളുടെയൊക്കെ ഒരു കൈ കഴിഞ്ഞ സഹായങ്ങൾ ഉണ്ടാവണ്ടല്ലോ? ഉണ്ട്, തീർച്ചയായിട്ടും. എല്ലാം നല്ല രീതിയിൽ തന്നെ. അടുത്ത ആളുടെ പേര്? എന്റെ പേര് മഞ്ജു. അപ്പൊ എന്താണ് പറയേണ്ടത്? എത്ര മക്കളാണ് പഠിക്കുന്നത് ഇവിടെ? ഒരാളാണ് പഠിക്കുന്നത്. അപ്പൊ എന്താണ്? അടിപൊളിയായിട്ട് ഓണാഘോഷിക്കണം. പിള്ളേരൊക്കെ അടിച്ചു പൊളിക്കാണ്. അപ്പൊ ഞങ്ങൾ അടിച്ചു പൊളിക്കാണ്. ഞങ്ങളുടെ പഴയ കുട്ടിക്കാലത്തേക്ക് പോയൊരു ഫീലാണ്. സന്തോഷം, ഹാപ്പിയാണ്. മുൻ പ്രസിഡന്റ് ആസാദും ഉണ്ട് കേട്ടോ. ആസാദെ, എന്താണ് ഇന്നത്തെ ഓണാഘോഷം? എങ്ങനെ അടിച്ചു പൊളിക്കല്ലേ? ഇന്നത്തെ ഓണാഘോഷം വളരെയധികം ഭംഗിയായിട്ട് നമ്മൾ കൊണ്ടാടാണ്. നമുക്കൊരു പ്രത്യേക ഒരു അനുഗ്രഹം കിട്ടിയത്. ഇന്നും മഴയില്ല. കാര്യം മഴക്കാലമാണെങ്കിൽ കൂടി ഇന്നത്തെ ദിവസം മഴയില്ലാത്തതിന്റെ കാരണമായിട്ട് നമ്മുടെ കുട്ടികളെല്ലാം വളരെയധികം ഭംഗിയായിട്ട് ആഘോഷിക്കുകയാണ്. നമുക്കൊരു ഗൃഹാതുരത സ്മരണ ഉണർത്തുന്നതാണ് ഓണം. അതിൻ്റെ ചരിത്രവും കാര്യങ്ങളെല്ലാം സംബന്ധിച്ചെല്ലാം കുട്ടികൾക്കെല്ലാം നമ്മളെക്കാൾ നന്നായിട്ട് അറിയാവുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ പഠിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് വിഭിന്നമായിട്ട് ഓണത്തിൻ്റെ ആ ഒരു മൂല്യത്തെ സംബന്ധിച്ച് നമ്മുടെ വിദ്യാർത്ഥികളും കുട്ടികളെല്ലാം ടീച്ചർമാരടക്കം നല്ല രീതിയിൽ അതിനെ സ്വായത്തമാക്കിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതിൻ്റെ ആ ഒരു നന്മ മാനുഷിക മൂല്യത്തിൽ അധിഷ്ഠിതമായി എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മുടെ കുട്ടികൾ ബോധവാന്മാരാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഓർക്കുമ്പോൾ നമുക്കെല്ലാം അത്യധികം സന്തോഷമുണ്ട്. അപ്പൊ നമുക്ക് ഇനിയും ഇതുപോലെ എല്ലാ രീതിയിലും നമുക്ക് ഓരോ തലമുറയും കണ്ടു പഠിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. ഇനിയും മറ്റുള്ള സ്കൂളുകളും ഇതുപോലെ PTA അംഗങ്ങളും ഉണ്ട്, പല ഇതുകളും ഉണ്ട്. പക്ഷെ ഒരു സ്കൂളുകളിലും കാണാത്തൊരു ഇതാണ് നമ്മുടെ ഈ സ്കൂളിൽ ഞാൻ ഇപ്പൊ കണ്ടത്. അതാണ് ഒരു ഗവൺമെന്റ് സ്കൂളിന്റെ ഒരു പ്രത്യേകത എന്നുള്ളത്. എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരേപോലെ ഒരു കുടക്കീഴിൽ അണിനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സർക്കാർ സ്കൂൾ എന്നുള്ള ഖ്യാതി ഈ എറണാകുളം ജില്ലയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന LP സ്കൂൾ, 500ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഏക LP സ്കൂൾ നമ്മുടെ ശ്രീമൂലകരമാണ്. 125 വർഷം പിന്നിട്ടു ഈ വിദ്യാലയത്തിന്റെ ചരിത്രം എന്നുള്ളത്. അത് തന്നെ നമ്മുടെ നാടിന് അഭിമാനമാണ് ഈ വിദ്യാലയം. ഒരുപാട് പേര് ഇവിടുന്ന് പഠിച്ച് വലിയ വലിയ നിലയിലെത്തിയതും ഒരുപാട് പേര് ഈ നാട്ടിൽ നിന്ന് പോയി രക്ഷപ്പെട്ടവരുണ്ട്. തീർച്ചയായിട്ടും ഈ സ്കൂളിനെ സംബന്ധിച്ച് ഒട്ടേറെ നല്ല ഓർമ്മകൾ അയവർക്കുന്ന ഈ രാജ്യത്തെമ്പാടും ലോകത്തെമ്പാടും ഉള്ള ശ്രീമൂലത്തുള്ള ജനങ്ങളുണ്ട്. നമുക്ക് സന്തോഷമാണ് അത്. അപ്പൊ ഈ സ്കൂൾ ഇനിയും അറിയപ്പെട്ടത് തീർച്ചയായിട്ടും ഈ സ്കൂളിന്റെ ഖ്യാതി ഈ ലോകമെമ്പാടും പടരട്ടെ ഈ ഓണാഘോഷത്തോടു കൂടി എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, ആ PTA പ്രസിഡന്റ് അസീഖാൻ കിട്ടോ. പ്രസിഡന്റ് ആയതിനു ശേഷം ആദ്യത്തെ ഓണം ആഘോഷിക്കില്ല അല്ലെ? അതുപോലെ പഴയ PTA പ്രസിഡന്റ് ഇവിടെ ഉണ്ട്. മഴയില്ല. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ മഴയത്ത് നിന്നാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ മൊത്തത്തില് പാരന്റ്സ് എല്ലാവരും എത്തിയിട്ടുണ്ട്. ടീച്ചേഴ്സിന്റെ മുൻ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മുൻ പ്രസിഡന്റ് നൌഷാദ്, സിറാജ്, പുതിയ നമ്മുടെ SMC ചെയർമാൻ ഫാരിസ് എല്ലാവരും ഉണ്ട്.
അപ്പൊ നല്ലൊരു ഉഷാറായിട്ടാണ് കാര്യങ്ങളൊക്കെ പോണേ. ഓക്കെ, അപ്പൊ ഇനിയും നിങ്ങൾക്കൊക്കെ ഇതുപോലെ പരിപാടിയൊക്കെ അടിപൊളിയാക്കി പോകാൻ സാധിക്കട്ടെ. തീർച്ചയായിട്ടും. ഓക്കെ, ഓണാശംസകൾ. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോ വന്നേക്കുന്നത് ഗവൺമെന്റ് LP സ്കൂള് ശ്രീമൂലാരത്താണ്. ശ്രീമൂലാരത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചർമാരാണ്. ടീച്ചറുടെ പേര്? എന്റെ പേര് ലിനി. എന്റെ പേര് വത്സ. രത്നവല്ലി. HM ആയിരുന്നു ഇവിടെ. അല്ലേ? ഞാൻ ഭൈമി ടീച്ചർ. ഞാൻ റോസ് ടീച്ചർ. ടീച്ചർ ഏത് വർഷമായിരുന്നു ഇവിടെ പഠിപ്പിച്ചേർന്നത്? ഞാൻ 2024 വരെ ഉണ്ട്. 24 വരെ. ഏത് വിഷയമായിരുന്നു എടുത്തോണ്ടിരുന്നത്? ഞാൻ 5ാം ക്ലാസ്സിലായിരുന്നു. അപ്പൊ എല്ലാ വിഷയങ്ങളും എടുക്കേണ്ടി വരുമല്ലോ ഏതെങ്കിലുമൊക്കെ. ഇപ്പൊ നമ്മളിവിടെ നിങ്ങള് അതിഥികളായിട്ടാണ് അവര് വിളിച്ചേക്കണത്. പക്ഷെ നമുക്ക് ഇപ്പൊ ഈ നടക്കണ ഈ ഓണാഘോഷത്തെ കുറിച്ച് ടീച്ചറുടെ അന്നത്തെ ഇതായിട്ടുള്ള വ്യത്യാസങ്ങൾ എങ്ങനെയാണ് ഒന്ന് പറയാമോ? വ്യത്യാസം പറഞ്ഞാൽ അന്നത്തെക്കാട്ടിലും കുറച്ചും കൂടി ഇത് പിള്ളേര് ഉഷാറാണ് ഇപ്പൊ. അതുപോലെ പക്ഷെ പരിപാടികളിലുള്ള മാറ്റത്തിന്റെ ഉണ്ടാവും. അന്നത്തെ പരിപാടികളല്ലല്ലോ ഇന്ന് പിള്ളേർക്കുള്ളത്. അതുപോലെ ടീച്ചർ എന്താണ് പറയാനുള്ളത്? ഇന്ന് പിള്ളേരെ ഈ പരിപാടികളും കലാപരിപാടികളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ വളരെ നല്ല അഭിപ്രായം. പണ്ടത്തെ അപേക്ഷിച്ച് കുറച്ച് കളർഫുൾ ആയി. അത് കാലഘട്ടത്തിന്റെ ഒരു മാറ്റം കൂടിയാണ്. ഞാനിവിടെ 2016 തൊട്ട് 19 വരെ HM ആയിരുന്നു. അപ്പോ കലാപരിപാടികളൊക്കെ അന്നും ഉണ്ടായിരുന്നു, ധാരാളം പരിപാടികള്. പക്ഷെ ഇപ്പോ ഇത്തിരിയും കൂടെ ഒരു കൊഴുപ്പ് കൂടിയിട്ടുണ്ട്. അന്നൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ HM-നെയൊക്കെ ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിള്ളേർക്ക്. കാരണം ഇന്നത്തെ കാലത്ത് പിള്ളേർക്ക് ഒരു ക്ലോസ് ഫ്രണ്ട്സിനെ പോലെയാണ് ടീച്ചർമാരൊക്കെ പെരുമാറുന്നത്. ഞങ്ങളുടെ 2019 എന്ന് പറഞ്ഞാൽ അധികം ആയിട്ടില്ലല്ലോ. അപ്പോഴും കുട്ടികൾ വളരെ സ്നേഹത്തോടെ തന്നെയാണ് ഞങ്ങളെയൊക്കെ വരുമ്പോ വന്ന് വിളിക്കുകയും എല്ലാവരും തന്നെ വളരെ സഹകരണവും പാരന്റ്സ് ആയാലും എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴും വളരെ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ടീച്ചർ ഞാൻ 2019 ഏത് വിഷയമായിരുന്നു? HM ആയിരുന്നു. അപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ ഇന്നത്തെ ഈ ഓണാഘോഷത്തെ കുറിച്ച് കണ്ടിട്ട്? ഒരു വർഷത്തെ ഓണാഘോഷം നന്നായിട്ട് ആഘോഷിക്കാൻ പറ്റുള്ളൂ. പിന്നെ കൊറോണയായി പോയി ആ വർഷത്തിൽ. ഇന്നിപ്പോ നമ്മളിവിടെ നടത്തിയ പരിപാടികളൊക്കെ കണ്ടിട്ട് അടിപൊളിയാണ് അല്ലെ? മറ്റുള്ള സ്കൂളുകളൊക്കെ കണ്ടുപിടിക്കേണ്ട ഒരു സംഭവമാണ്. കാരണം നമ്മുടെ സ്കൂൾ അല്ലെങ്കിലും ഇതിനു മുമ്പേ തുടങ്ങി വളരെ ആക്റ്റീവാ. മറ്റു സ്കൂളെ അപേക്ഷിച്ച് കുട്ടികളുടെ എണ്ണവും എല്ലാ കാര്യങ്ങളിലും നമ്മുടെ സ്കൂൾ വളരെ വലിയ തട്ടിലാണ്. ടീച്ചർ ഏത് വിഷയമായിരുന്നു? ഞാൻ സോഷ്യൽ സയൻസ്, മാത്സ്, മലയാളം. ഏത് ക്ലാസ്സിലായിരുന്നു? 5ാം ക്ലാസ്സിലാണ്. പുറകാലം 4-ലായിരുന്നു, പിന്നെ 5-ല്. ഓണാഘോഷം ഗംഭീരാണ്. പിന്നെ സിറാജൊക്കെ PTA പ്രസിഡന്റ് ആയപ്പോ തൊട്ട് നമ്മൾ ഇതുപോലെ വർണ്ണാഭമായ ഒരു ഓണാഘോഷം തന്നെയാണ് ഇന്ന് സംഘടിപ്പിക്കുന്നത്. മുമ്പും ഇത്രയും ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ അല്ലാതെ വളരെ ഭംഗിയായിട്ട് തന്നെ ഈ സ്കൂളിൽ ഓണാഘോഷം നടക്കണം. ഈ 2 ടീച്ചറുടെ കാലത്തല്ലായിരുന്നു. ഈ HM ഒക്കെ ആയിരിക്കും ഇത് ഇവിടുത്തെ ടീച്ചറും ആയിരുന്നു, ആക്റ്റീവായ ടീച്ചർ. അപ്പൊ HM കൂടെ ആയിപ്പോ എല്ലാ കാലത്തും പ്രസിഡന്റുമാർ ടീച്ചർ ഉള്ളപ്പോഴാണ് ഞാൻ വരുന്നത്. അന്ന് തൊട്ട് ഓണാഘോഷം എപ്പോഴും ഭംഗിയാണ്. ഇനി ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഇപ്പൊ നമ്മള് മറ്റുള്ളവരെ കാണിക്കും. ഇപ്പൊ നമ്മളൊക്കെ എന്റെയൊക്കെ ചാനലിൽ പല പ്രാവശ്യം നിങ്ങളുടെ പരിപാടികളൊക്കെ ഇടാറുണ്ട്. പക്ഷെ ഇത് നമ്മൾ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനും മറ്റുള്ളവർ ഇതൊക്കെ ചെയ്ത് മറ്റുള്ള സ്കൂളുകളും ഇത് കണ്ടുപഠിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. എല്ലാവരും ഒതുങ്ങിക്കൂടാതെ സ്കൂളുകളിൽ ടീച്ചർമാര് പിള്ളേരെ പഠിപ്പിക്കൽ മാത്രമല്ല, ഈ പിള്ളേർക്ക് വേണ്ട കാര്യങ്ങളും കൂടി ചെയ്ത് ഇങ്ങനെയുള്ള ഇതിലൊക്കെ ഉത്സവങ്ങളിലൊക്കെ പങ്കെടുത്ത് അവർക്കും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമ്പോഴാണ് അവർക്കൊരു ഇൻട്രസ്റ്റ്. ടീച്ചറായിരുന്നു ടീച്ചർ പഠിപ്പിക്കാൻ? 91 തുടങ്ങി 2013 വരെ ഇവിടെയാണ് ജോലി. 22 വർഷം ഞാൻ ഇവിടെ ടീച്ചറായിട്ട് ജോലി ചെയ്തതാണ്. അവിടെ നിന്ന് പ്രൊമോഷനായിട്ട് വേറെ കുന്നുകര JBS-ലേക്ക് പോയി. അന്നത്തെ അനുഭവം ഇന്നത്തെ ഇതായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അനുഭവം ഇപ്പൊ ടീച്ചർ പറഞ്ഞ പോലെ കുറച്ചുകൂടി കളർഫുൾ ആണ് ഇപ്പോ. പക്ഷെ അന്നും ഓണാഘോഷം അടിപൊളി ഉണ്ടായിരുന്നു. എല്ലാ ക്ലാസ്സുകളിലും പൂക്കളോടലും ഓണക്കളി, മാവേലി ഇതൊക്കെ അന്നും ഉള്ളത് തന്നെയാണ്. മനോഹരമായിട്ട് തന്നെ ഇന്നും അതിനേക്കാൾ മനോഹരമായിട്ട് തന്നെ. ഇന്ന് കുറച്ചും കൂടി ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ നമുക്ക് കുറെ കൂടി ഭംഗിയായിട്ടുണ്ട്. അതിൻ്റെതായ ഒരു വ്യത്യാസം നന്നായി പോകുന്നു. ഇപ്പോഴും ഏറ്റവും കൂടുതൽ കുട്ടികളുള്ളൊരു സ്കൂളായതുകൊണ്ട് അതിൻ്റെതായ എല്ലാ സഹകരണവും പഞ്ചായത്തിന്റെയും എല്ലാം നല്ല രീതിയിലൂടെ ഉള്ളതുകൊണ്ട് അതിന്റെ എല്ലാ പുരോഗതിയും സ്കൂളിനുണ്ട്. നല്ല രീതിയിൽ പോകുന്നു. സന്തോഷം. അപ്പൊ എല്ലാവരും കണ്ടുപഠിക്കേണ്ട ഒരു സംഭവമാണ് നമ്മുടെ സ്കൂളിൽ കാണുന്ന. ഇപ്പൊ ഞാൻ ഈ കാണിച്ചേക്കണ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റ് ഇല്ല. അതുപോലെ പിള്ളേരുടെ രക്ഷാകർത്താക്കളും അതുപോലെ തന്നെ എല്ലാവരും വന്നിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ പ്രമുഖരും എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുത്തു. അപ്പൊ എല്ലാവർക്കും ഇത്തവണത്തെ ഓണം അടിപൊളിയാവട്ടെ. എല്ലാവർക്കും ഓണാശംസകൾ. ഓക്കെ, താങ്ക് യു.